നമസ്കാരം. ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും മലബാറിലെ എണ്ണപ്പെട്ട ബിസിനസ്സുകാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് ഏകദേശം 1.5 വർഷത്തോളമാകുന്നു. 2023 ഓഗസ്റ്റ് 21 വൈകിട്ട് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിന് എതിർവശമുള്ള CD ടവറിൻ്റെ സൈഡിലുള്ള പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ച് പുറത്തിറങ്ങിയ മാമിയെ കാണാതാവുന്നത്. 1 വർഷത്തോളം മന്ദഗതിയിലായിരുന്ന അന്വേഷണം PV അൻവറിൻ്റെ ആരോപണത്തോടെ വീണ്ടും സജീവമാവുകയും മാമിയുടെ കുടുംബം കേസ് അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന ഹർജി ജസ്റ്റിസ് ബച്ചു കുര്യൻ തള്ളുകയായിരുന്നു. അതിനുശേഷം അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. കോഴിക്കോട് വെച്ച് നടന്ന ഒരു സംഭവത്തിൻ്റെ കേസ് അന്വേഷണ ചുമതല കോഴിക്കോട് പോലീസ് കമ്മീഷണർ രാജ് വീണയെ ഒഴിവാക്കി മലപ്പുറം SP T ശശിധരൻ നായർക്ക് അന്വേഷണ ചുമതല നൽകിയതിലും കേസിൽ ADGP അജിത് കുമാർ പ്രത്യേകം താൽപ്പര്യം കാണിച്ചതൊക്കെ വിവാദമായിരുന്നു. നമ്മുടെ PV അൻവർ MLA ആണ് ഈ ആരോപണം ശക്തമായി ഉന്നയിച്ചത്. എന്നാൽ അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ അൻവർ വെളിപ്പെടുത്തിയിട്ടില്ല. കൊട്ടിഘോഷിച്ച് മുതലക്കുളം മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ അൻവർ കാര്യമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കേസ് വീണ്ടും ചർച്ചയാക്കപ്പെട്ടത് മാമിയുടെ ഡ്രൈവറും സൂക്ഷിപ്പുകാരനുമായിരുന്ന രജിത് കുമാറും ഭാര്യ തുഷാരയും ഒരു ദിവസം അവർ രണ്ടുപേരെയും കാണാതാവുന്നതോടെയാണ്. രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കുടുംബത്തെയും ക്രൈംബ്രാഞ്ച് നിരന്തരം ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുകയാണെന്നും അവരെ കാണാനില്ലെന്നും തുഷാരയുടെ സഹോദരൻ സുമൽജിത്ത് പരാതി നൽകുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും കോഴിക്കോട്ട് KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ലോഡ്ജിൽ ഒരു ദിവസം താമസിച്ചതായും, കോഴിക്കോടുള്ള ആളാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്, അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന CCTV ദൃശ്യവും പോലീസ് കണ്ടെത്തി. അധികം വൈകാതെ തന്നെ ഗുരുവായൂർ ലോഡ്ജിൽ ഇരുവരും ഉണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തു. ഒരു ചെറിയ 2 കഷ്ണം പ്ലാസ്റ്റിക് കയറും ഒരു കത്തിയും ഷുഗറിനും പ്രഷറിനുമുള്ള മരുന്നുമായിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്നത്. ഇതിനുശേഷം രജിത് കുമാർ ചില മാധ്യമങ്ങളുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ രജിത്തിൻ്റെ ബോഡി ലാംഗ്വേജും പറയുന്ന വാക്കുകളിലും എന്തൊക്കെയോ ചില അസ്വാഭാവികത മണക്കുന്നു. മാമിയെ കാണാതായതിനു മുന്നേ കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടിയോടൊപ്പം വളരെ അടുത്ത് പെരുമാറുന്നതായി കണ്ടെന്നും മാമിയെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയത് തിടുക്കപ്പെട്ടു പോയെന്നും തുടങ്ങിയ പരാമർശങ്ങൾ സംശയത്തിനിട നൽകുന്നു. മാത്രമല്ല, മാമിയുടെ വളരെ അടുത്ത സന്തത സഹചാരിയായിരുന്നു രജിത് കുമാർ. തനിക്കറിയാവുന്ന വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി മാമിയെ എത്രയും വേഗം കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം തന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്ന ഓർഡർ സമ്പാദിക്കുകയാണ് ചെയ്തത്. മാമിയെ കാണാതെ പരാതി നൽകാൻ ആദ്യമായി നിർദ്ദേശിച്ചത് രജിത് കുമാറാണെന്ന് മാമിയുടെ ഭാര്യയും വാഴക്കാട് GHS സ്കൂളിലെ ടീച്ചറുമായ റംലത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നു. എന്നാൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് പരാതി നൽകിയത് എന്നാണ് ഇപ്പോൾ രജിത് കുമാർ ചോദിക്കുന്നത്. തലേ ദിവസം വീട്ടിൽ ഉമ്മയെ കാണാൻ കുറച്ച് ഗസ്റ്റുകൾ വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീട്ടിൽ വരാമെന്ന് പറഞ്ഞ മാമി വീട്ടിൽ വരാതിരിക്കുകയും നിരന്തരം മാമിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായും, പിറ്റേ ദിവസം സ്കൂളിൽ എക്സാം ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫോണിൽ ധാരാളം മിസ് കോളുകൾ കാണുകയും തുടർന്ന് വേവലാതിയോടെ രജിത് കുമാറിനെ വിളിച്ചപ്പോൾ ഇന്ന് മാമിക്ക് 2 മണിക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്, അതിനെത്താമെന്ന് മാമി പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ പേടിക്കണ്ട എന്നാണത്രേ രജിത് കുമാർ പറഞ്ഞതെന്ന് ടീച്ചർ പറയുന്നു. വീണ്ടും വിളിച്ചപ്പോൾ മാമിയുടെ അന്നത്തെ രജിസ്റ്റർ ഇടപാടുകാരനായ ബിനോയ് പറഞ്ഞത് ചിക്കമംഗളൂരിലേക്ക് മാമി പോയിട്ടുണ്ട് എന്നാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ റിപ്പോർട്ടുകളാണ്. തലേ ദിവസം വൈകിട്ട് കാണാതായ മാമി പിറ്റേ ദിവസം രജിസ്റ്ററിന് എത്തുമെന്ന് രജിത് കുമാർ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ബിനോയ് എന്തിനാണ് മാമി കർണാടകയിലെ ചിക്കമംഗളൂർക്ക് പോയതെന്ന് ടീച്ചറോട് പറഞ്ഞത്? ഇത് രണ്ടിനും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ രജിത് കുമാറിന് കഴിഞ്ഞിട്ടില്ല. രജിത് കുമാർ എന്തിന് ആത്മഹത്യ ചെയ്യാൻ ഗുരുവായൂരിലേക്ക് പോയി? പോകുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് കോഴിക്കോട് ലോഡ്ജിൽ തങ്ങിയത് എന്തിനാണ്? മരിക്കാൻ പോകുന്ന ആൾ എന്തിനാണ് കുടിക്കാനുള്ള മരുന്നും മറ്റും കരുതിയത്? രജിത് കുമാർ പറയുന്നത് ക്രൈംബ്രാഞ്ച് ദിവസങ്ങളായി തന്നെയും ഭാര്യയെയും മക്കളെയും ഒക്കെ നിരന്തരം ചോദ്യം ചെയ്യുന്നു എന്നാണ്. എങ്കിൽ പിന്നെ കുടുംബമായി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ
മകനെ ഒഴിവാക്കിയത് എന്തേ? ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ഞാൻ ഏകദേശം ഒരു 20 വർഷത്തിലധികമായി മാമിയെ കാണാൻ തുടങ്ങി. അക്കാലത്തെ മാമിയുടെ കൂടെയുള്ള ആളാണ് രജിത് കുമാർ. മാമി റെജി എന്നാണ് വിളിക്കാറ്. മാമിയുടെ മക്കള് റെജി അങ്കിൾ എന്നും ഭാര്യമ്മ റെജി ഏട്ടൻ എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന ഡ്രൈവർ റെജി. ഞാൻ കാണുന്ന സമയത്ത് ഇപ്പോഴത്തെ ബിഗ് ബസാറിന് കുറച്ചപ്പുറം, അതിൻ്റെ പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, ഒലി ബുക്സൊക്കെ ഉള്ള ആ ബിൽഡിങ്ങിന് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലായിരുന്നു മാമിയുടെ ഓഫീസ്. ഭൂമി വിറ്റതിൻ്റെയും കൊടുക്കാനുള്ളതിൻ്റെയും ഒക്കെ നോട്ടുകെട്ടുകൾ പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവരുന്നതും എണ്ണി തിട്ടപ്പെടുത്തുന്നതും സൂക്ഷിക്കുന്നതും ബാങ്കിൽ അടക്കുന്നതും തുടങ്ങിയ മുഴുവൻ കൈകാര്യങ്ങളും രജിയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. മാമിയുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഭാര്യയെയും മക്കളെയും മറ്റാരെക്കാളും അറിയുന്ന വ്യക്തി കൂടിയാണ് രജിത് കുമാർ. അന്ന് ഒരു സാധാരണ ഡ്രൈവറായിരുന്ന റെജി ഇന്ന് മാമിയുമായി സഹകരിച്ച് ഒരു ബിൽഡിങ്ങോ മറ്റോ വർക്ക് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തമായി കാറും എനിക്ക് തോന്നുന്നു 3-4 മെഡിക്കൽ ഷോപ്പുകൾ, അത് ഈയിടെയാണ് അതിൽ പാർട്ണർഷിപ്പ് ചേർന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. 3-4 മെഡിക്കൽ ഷോപ്പിൽ പാർട്ണർഷിപ്പ് തുടങ്ങിയൊക്കെ ഉണ്ടാക്കാൻ എവിടെ നിന്നാണ് രജിത് കുമാറിന് പണം കിട്ടിയത്? മാമി അഡ്വാൻസ് നൽകിയ ഭൂമിയുടെ എഗ്രിമെൻ്റ് അന്വേഷിച്ച് മാമിയെ കാണാതായതിനു ശേഷം എന്തിന് രജിത് കുമാർ ആളെ കൂട്ടി മാമിയുടെ മാനേജർ സോമേട്ടൻ്റെ വീട്ടിൽ പോയി? മാവൂരിലെ ആധാരം എഴുത്തുകാരൻ രക്തൻ സിംഗിൻ്റെ അടുത്ത് പോലീസിലൊക്കെ വലിയ പിടിപാടുണ്ടെന്ന് റെജി പറയുന്ന ബിനോയ് മാമി എവിടെയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ തിടുക്കപ്പെട്ട് രജിസ്ട്രേഷന് പോയതും മാമി ചിക്കമംഗളൂരിലാണെന്നും ബാംഗ്ലൂരിൽ ഭാര്യ വീട്ടിലാണെന്നും വീട്ടുകാരോട് പറഞ്ഞതും ഏറ്റവും അവസാനം മാമിയെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അടുത്തിടപഴകുന്നത് കണ്ടു എന്ന് പറഞ്ഞതും ആരുടെ ഉപദേശപ്രകാരമാണ്? മാമിക്ക് വല്ല സാമ്പത്തിക ഇടപാടും രജിത് കുമാറുമായി ഉണ്ടായിരുന്നോ? മാമിയുടെ അടുത്തു നിന്ന് വൻ സംഖ്യ വാങ്ങി പലർക്കായി ലാഭത്തിന് രജിത് കുമാർ നൽകിയതായി പറഞ്ഞു കേൾക്കുന്നു. ഇത് ഞാൻ കേട്ടതാണ്, എനിക്കതിൽ വ്യക്തതയൊന്നുമില്ല. ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ? മാമിയെ കാണാതായ ദിവസം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം CD ടവറിൽ നിന്നും മാമിയുടെ വണ്ടി ഒതുക്കി കൊടുക്കുമ്പോൾ അത് രജിത് കുമാറാണ് ചെയ്തതെന്നാണ്. മാമിയുടെ പേഴ്സും മറ്റും എടുക്കാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് രജിത് കുമാർ ചോദിച്ചില്ലേ? ഒരു കാര്യം വ്യക്തമാണ്, മാമി വണ്ടിയുടെ ചാവി ഏൽപ്പിച്ചു, വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. മറ്റൊരാളുടെ വണ്ടിയിൽ സ്വയം കയറുകയല്ലാതെ CD ടവറിന് മുന്നിൽ നിന്നും മാമിയെ ബലമായി ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോൾ പരിചയമുള്ള ഒരാളുടെ കാറിലാണ് മാമി കയറിയതെന്ന് ഉറപ്പം. IMAയുടെ സ്ഥലക്കച്ചവടമടക്കം വൻ സംഖ്യ ബ്രോക്കറേജ് ലഭിക്കാനിരിക്കെ, മാത്രമല്ല പല ഭൂമി ഇടപാടുകളിലും സ്വന്തമായി നിക്ഷേപമുള്ള മാമി സാമ്പത്തിക ബാധ്യത മൂലം ഒളിച്ചോടിയതാണെന്ന് മാമി അറിയുന്ന ആരും വിശ്വസിക്കില്ല. മാമി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും 50,000 രൂപ വരെ പലരോടും കടം ചോദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇനി മാമിക്ക് വല്ല സാമ്പത്തിക ബാധ്യതയുമുണ്ടെങ്കിൽ യാതൊരു ഈടും ഇല്ലാതെ തന്നെ മാമിക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും വിശ്വസിച്ച് നൽകാൻ പറ്റുന്ന ധാരാളം സുഹൃത്തുക്കൾ മാമിക്കുണ്ട്. മാത്രമല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയോ ചെയ്യുന്ന സ്വഭാവം മാമിക്കില്ല. അതുകൊണ്ട് തന്നെ റെജിയെപ്പോലെ വിശ്വസ്തനായ വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് 2023 ആഗസ്റ്റ് 21 മാമി കാറിൽ പുറപ്പെട്ടത്. അത് ആരുടെ കൂടെയാണ്? ആ വാഹനം ആരുടേതായിരുന്നു? പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ മാമിയുടെ ഫോൺ ടവർ ലൊക്കേഷൻ കോഴിക്കോടിന് സമീപം തന്നെയുള്ള തലക്കടത്തൂർ ആയിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. അതേസമയം രജിത് കുമാറിൻ്റെ ഫോൺ ടവർ ലൊക്കേഷനും തലക്കടത്തൂരിൽ തന്നെ ആയിരുന്നത്രേ. മാമിയെ അവസാനമായി വിളിച്ചത് ഒരു അൻവർ ആണെന്ന് രജിത് കുമാർ പറയുന്നു. അൻവർ തന്നെ ഫോണിൽ വിളിക്കാറില്ല, ഞാൻ നേരിൽ സംസാരിച്ചിട്ട് എന്നൊക്കെ രജിത് കുമാർ പറയുന്നത് കേട്ടാൽ രജിത് കുമാർ അൻവർ എന്ന് പറയുമ്പോൾ ആ വ്യക്തി രജിത് കുമാറിന് തീരെ ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. എപ്പോഴൊക്കെ കണ്ട ഒരാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ മീഡിയകളോട് രജിത് കുമാർ പറയുന്നത്. മാമിയുടെ അടുത്ത സുഹൃത്തും UAE പ്രമുഖ വ്യവസായിയുമായ അൻവർ അമീനെയാണ് രജിത് കുമാർ സൂചിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തെ രജിത് കുമാർ അടുത്ത് പരിചയമില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും അടുത്തറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല. അൻവർ അമീനിൻ്റെ കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ വീട്ടിലും
അമീർ സാഹിബിൻ്റെ അമ്മാവന്മാരുടെ വീട്ടിലുമൊക്കെ രജിത് കുമാർ മാമിയോടൊപ്പവും അല്ലാതെയും നിരവധി തവണ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഒരിക്കലും രജിത് കുമാർ അൻവർ എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അമീൻക എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത അൻവറായി മാറി? മാമിയുടെ തിരോധാനത്തിൽ ഏറെ വേദനിക്കുന്ന, മാമിയെ ഒരു സഹോദരനായി കാണുന്ന ഒരു കുടുംബമാണ് അൻവർ അമീൻ സാഹിബിൻ്റേത്. അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടതിൽ രജിത് കുമാറിൻ്റെ ഉദ്ദേശം എന്താണ്? ഏറ്റവും അവസാനം 2 ദിവസം മുമ്പ് മാമിയെ ഉത്തരേന്ത്യയിൽ കണ്ടു എന്ന് ഒരു പത്രവാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു. അതെല്ലാം തന്നെ തുടക്കത്തിലെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ചില കുബുദ്ധികളുടെ പദ്ധതികളാണ് എന്ന് സംശയിക്കുന്നു. ഇതുപോലെ പല സംശയങ്ങളൊക്കെ ഈ ടീം തന്നെ മുമ്പും ഉന്നയിച്ചിരുന്നു. ഇനി ഒരു സംശയം കൂടെ ബാക്കി. ഈ വിഷയത്തിൽ PV അൻവറിൻ്റെ താല്പര്യം എന്താണ്? പണ്ട് നന്നായി റിയൽ എസ്റ്റേറ്റ് ചെയ്തിരുന്ന PV അൻവറിന് മാമിയെ നന്നായി അറിയാം. അട്ടയുടെ കണ്ണും ഭൂമിയുടെ പൊക്കിളും കണ്ട 1-ാം നമ്പർ റിയൽ എസ്റ്റേറ്റുകാരൻ എന്നല്ലാതെ സ്വർണ്ണക്കടത്തോ മറ്റു വല്ല ഇടപാടുകളോ മാമിക്കുള്ളതായി ആർക്കും അറിയില്ല. ഇടപാടുകളിൽ 100% വിശ്വസ്തനും സത്യസന്ധനുമായിരുന്നു മാമി. അതുകൊണ്ട് തന്നെ മലബാറിലെ പല പ്രമുഖരും ഭൂമി വാങ്ങാനും വിൽക്കാനും ഒക്കെ മാമിയെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടി മാമി നടത്തിയ പുതിയ ഇടപാടുകളും എഗ്രിമെൻറ്റുകളും അതിന് എത്ര രൂപ അഡ്വാൻസ് നൽകി, എവിടെയൊക്കെ നൽകി എന്ന് കൂടുതൽ അറിയുന്നത് രജിത് കുമാറിന് തന്നെയായിരിക്കാം. ADGP അജിത് കുമാറിന് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമുണ്ടാകാനുള്ള സാഹചര്യവും കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ വെട്ടിത്തുറന്നു പറയുന്ന PV അൻവർ മാമിയുടെ തിരോധാനമായി മറ്റുള്ളവർക്കോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ അറിയാത്ത എന്ത് രഹസ്യമാണ് അൻവറിന് അറിയുകയെന്ന് അൻവർ വ്യക്തമാക്കണം. ഗൾഫിൽ വെച്ച് 300 കോടി രൂപയുടെ ഡീൽ നടന്നെന്നും അതിന് 20 കോടി രൂപ മാമിക്ക് ലഭിക്കുമെന്നും ഗൾഫിലൊരു വ്യവസായിയാണ് മാമിയുടെ തിരോധാനത്തിന് പിന്നിലെന്നും വ്യവസായിയുടെ വാടക ഗുണ്ട വെള്ളമടി ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നും ആ ഗുണ്ടയെ ഗൾഫിലെത്തിച്ച് ട്രാവൽ ബാൻ ചെയ്തു എന്നൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലും ഏതോ ദുഷ്ടശക്തിയല്ലേ? എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഈ വസ്തുതകളെല്ലാം ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി അന്വേഷിക്കുകയും നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുകയും യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ യഥാർത്ഥ പ്രതി ഉടൻ പിടിക്കപ്പെടുമെന്ന് പോലീസിലെ ചില ഇൻഫോർമർ വഴി അറിഞ്ഞതിൻ്റെ വേവലാതിയാണ് ഇപ്പോൾ ചിലർ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളും കരച്ചിലും പിഴിച്ചിലുമെന്ന അഭിപ്രായം ഇല്ലാതില്ല. മാമിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ഓർമ്മ നശിച്ച വയോധികയായ ഉമ്മയും ഭാര്യമാരും മക്കളും സുഹൃത്തുക്കളും മാമിയെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന വിധത്തിൽ സ്ത്രീ വിഷയവും മറ്റും പ്രചരണം നടത്തി വെടക്കാക്കി തനിക്കാക്കാനുള്ള ചിലരുടെ കുൽസിത ശ്രമം അധിക നാൾ നീളില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം.